ഹായ് കൂട്ടുകാരെ, കുറച്ച് തിരക്കിലായിപ്പോയി, അതാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. ഇതാ നമ്മുടെ വൈറ്റ് പിയോണിയാണ്. ഈ പിയോണി നല്ല സുന്ദരിയായി വിരിഞ്ഞിട്ടുണ്ട്. ഇതാ അവൾക്കിതാ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുടമുല്ലയാണ്. കുടമുല്ല ഇതാ അവിടെയൊക്കെ മുട്ടുകളും പൂവുകളാണേ. കൊച്ചു താമരകളുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ ബുജ്ജ ഇതാ എന്തൊരു ഉയരത്തിലാണ് പോയിരിക്കണേ, എനിക്ക് എത്തുന്നില്ല. അത്രയും ഉയരത്തിൽ പോയിട്ടാണ് പോയിരിക്കുന്നത്. ഇതാ കർണതാ ഒടിഞ്ഞ് വീണു വലിപ്പം കൊണ്ട്, കാറ്റും മഴയൊക്കെ വരണത്. ഇത് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു മുട്ട് വന്നിട്ടുണ്ട്. ഇത് അടുത്ത മുട്ട് ഇതാ ഇലയരടിയിലായിട്ട്. ഇത് ബുജ്ജയാണ്. ബുജ്ജയ്ക്ക് ഇതാ മുട്ടുകൾ വരുന്നു. ഇതാ ഇലയരടിയിലൊക്കെ മുട്ടുകളാണ് വരുന്നത് കേട്ടോ. ഇനി കുറച്ച് വെറൈറ്റികളും കൂടി നമുക്ക് കാണാനുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ചിന്നപ്പനാണ്. ചിന്നപ്പൻ ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇതാ നമ്മുടെ നമ്മ മുട്ടിട്ട് നിൽക്കുകയാണ്. നമ്മ മുട്ടിട്ട് നിൽക്കുന്നു. പിന്നെ ഇതാ നമ്മുടെ പിങ്കളൗട് ഇതാ ഒക്കെ കൊഴിഞ്ഞു. ഇത് ലക്ഷ്മി പൂജയ്ക്ക് ഇതാ 2 മുട്ടുകൾ വന്നേക്കണു. ലക്ഷ്മിക്ക് ഇതാ മുട്ടുകൾ വന്നേക്കണു. ലക്ഷ്മി ഇതാ പൂ വിരിഞ്ഞു കൊഴിയാറായി. എന്നാലും കൊഴിയാറായിട്ടില്ല എന്ന് തോന്നുന്നു. ഇതായിട്ടില്ല, 5-8 ദിവസമൊക്കെ നിൽക്കും. അതിൻ്റെ മുകളിലൊക്കെ നിൽക്കും. പിന്നെ ഇതാ അമേരിക്ക നിറയെ മുട്ടുകളും പൂക്കളുമാണ്. ഇത് S1 ഇതാ നിറയെ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇലരടിയിലൊക്കെ മുട്ടുകളാണ് വരുന്നത്. ഇതാ നമ്മുടെ ഒരു കാമില എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല അടിപൊളി പൂവാണ് കേട്ടോ. ഇത് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാനത് എടുക്കാനൊക്കെ വൈകിയ കാരണം കൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇടാൻ വൈകിയിട്ടുണ്ട്. അതിൻ്റെയാണ്. ഇതൊരു കുഞ്ഞു മുട്ട്, നമ്മുടെ ലിയാങ്ക്ലി. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.